ഞാനിന്നിവിടെ റെഡ് വെൽവെറ്റ് ഗ്ലാസ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീട്ടിലുണ്ടാക്കിയ വിപ്പിംഗ് ക്രീം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബട്ടർ മിൽക്ക് റെഡിയാക്കിയിരിക്കണം. 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പച്ചപ്പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കണം. 1 കപ്പ് മൈദപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താലാണ് നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനിവിടെ 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. നേരത്തെ 1 ടീസ്പൂൺ വെച്ച് ഉണ്ടാക്കിയപ്പോൾ കേക്കിന് നല്ല കളറ് കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടിക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. അതിലേക്ക് 1/2 കപ്പ് ഓയിലും ഒഴിച്ച് കൊടുത്തൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്ത് വീണ്ടും ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും പെട്ടെന്ന് വീട്ടിൽ തന്നെ റെഡിയാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നമുക്ക് സ്പൂണും കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇത് കോരി കഴിക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ബട്ടർ മിൽക്കിലേക്ക് റെഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സൂപ്പർ റെഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ചേർത്തിട്ട് കളറ് കുറവാണെങ്കിൽ വീണ്ടും ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഹാൻഡ് വിസ്ക് വെച്ച് അല്ലെങ്കിൽ ബീറ്റർ വെച്ച് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കളറൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച പൊടികളെല്ലാം കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സൈഡിലേക്ക് മാത്രമേ ഇത് മിക്സ് ചെയ്യാമുള്ളൂ. ഒരുപാട് നേരം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഞാനിവിടെ ഒരു പഴയ ചായപാത്രത്തിലാണ് കേക്ക് റെഡിയാക്കുന്നത്. ഓയിൽ തടവി കൊടുത്തിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി തട്ടി കൊടുക്കണം. ഒരു ചരുവത്തിലാണ് ഞാൻ കേക്ക് വേവിക്കാൻ വയ്ക്കുന്നത്. ഇത് 5 മിനിറ്റ് മുമ്പ് ചൂടാക്കാൻ വച്ചിരുന്നു. ഇത് കേക്ക് വച്ചതിന് ശേഷം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ബാക്കി 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ കേക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. ഇപ്പം നല്ല റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിലാണ് കേക്ക് റെഡിയാക്കുന്നത്. അതിൻ്റെ അളവിൽ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 3 ലെയറും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ 3 ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിപ്പിംഗ് ക്രീമാണ് റെഡിയാക്കുന്നത്. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. അതില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്ത് 1 നുള്ളു ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഇത് കുറുകി വരുന്നത് വരെ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഈ പരുവമാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറിയാൽ ഇതേപോലെ റെഡിയായി കിട്ടും. ഇതിന് നമ്മൾ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. മിക്സിയിലാണ് മിക്സിയുടെ ജാറിലാണെങ്കിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കണം. വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. അധികമായിട്ടുണ്ടെങ്കിൽ ലൂസായി പോവും.
ഇനി നമുക്കൊരു ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാൻ ബീറ്റ് ചെയ്ത് അതിയായിരുന്നു ക്രീം ഇത്തിരി ലൂസായിപ്പോയി. അപ്പോൾ ഇത്രയും നേരം ബീറ്റ് ചെയ്യരുത്. മിക്സിയുടെ ജാറിലാണെങ്കിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതേപോലെ ഓരോ പീസ് ഗ്ലാസ്സിലേക്ക് വെച്ചതിന് ശേഷം പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ക്രീം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. നമുക്ക് സ്പൂണും കൊണ്ടൊക്കെ കോരി കഴിക്കാൻ പറ്റിയ ക്രീമാണിത്. ഇതേപോലെ കുട്ടികൾക്കൊക്കെ ഗ്ലാസ്സിൽ ഓരോ ഗ്ലാസ്സിലാക്കി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കോരി തിന്നാൻ നല്ല എളുപ്പമായിരിക്കും. വീണ്ടും അടുത്ത ലെയർ വെച്ച് ഇതേപോലെ ക്രീം നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കേക്കിൻ്റെ കുറച്ച് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.